തുടരുന്നു ദുരഭിമാനക്കൊലകൾ. സഹോദരിയെ കഴുത്തറുത്തുകൊന്നു. യുവാവിനെ പിടികൂടിയത് ഏറ്റുമുട്ടലിലൂടെ. ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിൽ നടന്ന സംഭവമാണ്. 21 വയസ്സുകാരിയായിട്ടുള്ള ആദിബ എന്നുള്ള പെൺകുട്ടി, അവളാണ് അതിക്രൂരമായി, അതും സ്വന്തം സഹോദരന്റെ കൈകളാൽ കൊല്ലപ്പെടുന്നത്. സഹോദരന്റെ പേര് ആമിർ എന്നാണ്. ആ പ്രതിക്ക് 25 വയസ്സ് മാത്രമാണ് പ്രായവും. ഇവരുടെ ഗ്രാമത്തിൽ തന്നെയുള്ള ഒരു യുവാവുമായി ഈ പെൺകുട്ടി പ്രണയത്തിലായിരുന്നു. അവർ ഇവരുടെ സമുദായത്തെക്കാൾ താഴെയാണ് അവൻ്റെ സമുദായം എന്നുള്ളതാണ് അതിലെ പ്രധാന പ്രശ്നം. ഒപ്പം സാമ്പത്തികമായും പിന്നോക്ക അവസ്ഥയിലാണ്. ആ സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥയും ജാതീയമായിട്ടുള്ള വിവേചനവും അതാണ് ഈ ദുരഭിമാന കൊലകളിലേക്ക് പലപ്പോഴും എത്തിക്കാറ്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. ഈ കുടുംബത്തിന് ഈ ബന്ധം അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. കൊല്ലപ്പെട്ട ഈ ആദിബ ഈ പ്രണയിക്കുന്ന യുവാവുമായി അല്ലെങ്കിൽ അവളുടെ കാമുകനുമായി എല്ലാ ദിവസവും മൊബൈൽ ഫോണിലൂടെ സംസാരിക്കും. അപ്പോൾ എല്ലാ ദിവസവും ഇതിനെ എതിർക്കുകയും ചെയ്യും ആമിർ. ഈ ബന്ധത്തെ തന്നെ ശക്തമായി എതിർത്തിരുന്നവരാണ് കുടുംബത്തിലെല്ലാവരും. അങ്ങനെ പോലീസ് പറയുന്നത്, അവിടുത്തെ SSP സഞ്ജയ് കുമാർ പറയുന്നതനുസരിച്ച് ഈ ഞായറാഴ്ച ഇതേ ചൊല്ലി വീട്ടിൽ ഒരു തർക്കമുണ്ടായി. ഇവൾ ഈ കാമുകനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്ന സമയത്താണ് കുടുംബത്തിന്റെ മാനം നീക്കെടുത്തുന്നു എന്ന് ആക്രോശിച്ചുകൊണ്ട് ഈ സഹോദരൻ ആമിർ ഈ ആദിബയെ സമീപിക്കുകയും അവളെ മർദ്ദിക്കുകയും എന്നിട്ട് ബലമായി അവളെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. आम के बाग में छिप गया। उसको जब चेक किया गया तो उसने पुलिस वालों को अपने पास आता हुआ देखकर उन्होंने पुलिस वालों पर जान से मारने की नीयत से फायरिंग की, जिसमें पुलिस वालों ने सूक्ष्म आत्मरक्षा फायरिंग की, जिसकी उसके पैर में गोली लगी है। घायल अवस्था में उसको CSC शाहपुर भेज दिया गया है। सूक्ष्म पूछताछ में उसने अपना नाम आमिर बताया है। उसने स्वीकार किया, हाँ आज मैंने दिन में अपनी छोटी बहन की चाकू से गला रेत कर उसकी हत्या कर दी है। और उसके पास से एक देसी तमंचा 315 बोर और एक खोखा कारतूस, एक जिंदा कारतूस बरामद हुआ है। ഈ സഹോദരി ആദിബയെ കൊന്ന ശേഷം യാതൊരു മനസ്താപവും ഉണ്ടായിരുന്നില്ല ഈ സഹോദരൻ ആമിറിന്. ഒരു നല്ല കാര്യം വീടിന് വേണ്ടി ചെയ്തു എന്നുള്ള മട്ടിലായിരുന്നു അയാളെന്നാണ് പിന്നീട് പോലീസ് പറഞ്ഞത്. എന്താണെങ്കിലും ഈ കൊലപാതക ശേഷം പക്ഷേ പോലീസിനെ പിടികൊടുക്കാൻ തയ്യാറായിരുന്നില്ല. പുള്ളി ഓടിക്കളഞ്ഞു ആ പ്രതി. അങ്ങനെ ഇയാളെ തേടിയെത്തിയ പോലീസ് സംഘം ഏറ്റുമുട്ടലിനൊടുവിലാണ് ഇയാളെ പിടികൂടുന്നത്. അതായത് പതിവ് ചെക്കിങ്ങിനായി റൗണ്ട്സിനായി ഈ പോലീസ് സംഘം അവിടെ എത്തിയപ്പോഴാണ് ആ ഗ്രാമത്തിലുള്ളവർ തന്നെ പറയുന്നത് ഇങ്ങനെയൊരു സംഭവം നടന്നു എന്നും ഈ പ്രതി ഇപ്പോൾ ഒളിവിലാണ് അല്ലെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളത്. അങ്ങനെ പോലീസ് അന്വേഷണം നടത്തി. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ ലൊക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞായറാഴ്ച തന്നെ പോലീസ് ഇയാൾ ലൊക്കേറ്റ് ചെയ്തു. പിടിക്കാൻ കീഴടക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇയാൾ പോലീസിന് നേരെ വെടിയുതിർത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ പോലീസ് തിരികെ വെടിവെച്ചു. ആ ഏറ്റുമുട്ടലിൽ ആ പ്രതി ആമിറിന്റെ കാലിന് വെടിയേൽക്കുകയും ചെയ്തു. കാലിന് വെടിയേറ്റ ആമിറിന് പിന്നീട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ അയാൾ ഒടുവിൽ പോലീസിന് മുന്നിൽ കീഴടങ്ങി, അല്ലെങ്കിൽ പോലീസ് അയാളെ കീഴ്പ്പെടുത്തി. ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം അത് പോലീസ് സംഭവ സ്ഥലത്ത് നിന്നും കണ്ടെടുക്കുകയും ചെയ്തു. ഇയാളെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. വളരെ കൃത്യമായി ഇയാൾ ആ സഹോദരിയെ കഴുത്തറുത്ത് കൊല്ലാൻ ഉപയോഗിച്ച ആ കത്തി പോലീസിന് കാട്ടിക്കൊടുത്തു. പ്രതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്, കാലിലെ ചികിത്സയ്ക്കായി മാത്രം. കൂടുതൽ അന്വേഷണം നടത്തണം, അന്വേഷണം വേണം എന്നുള്ളതാണ് പോലീസിന്റെ നിലപാട്. മാത്രമല്ല പെൺകുട്ടിയുടെ കാമുകനെ ഉൾപ്പെടെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്നുണ്ട് അന്വേഷണ സംഘം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക.